സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോസി വാഗമറ്റം എഴുതിയ നോവൽ തടങ്കൽപ്പാളയം തുടരുന്നു. ഭാഗം 4. ഇനി നിനക്ക് രക്ഷയില്ലട കള്ള നായിൻ്റെ മോനെ. നിൻ്റെ കൂടെ അന്ന് രാത്രി കിടന്നെന്ന് പറഞ്ഞ ആ പെണ്ണ് നിന്നെ അറിയില്ല. നീ മുറിയെടുത്തെന്ന് പറഞ്ഞ ഹോട്ടലുകാർ നിന്നെ അറിയില്ല. ഹോട്ടൽ രജിസ്റ്ററിൽ നിൻ്റെ പേരും അഡ്രസ്സുമില്ല. പിന്നെ നീ എങ്ങനെ രക്ഷപ്പെടാനാ? സകല തെളിവ് നിനക്കെതിരാ. തൂക്കുമരമാണോ ജീവപര്യന്തമാണോ എന്ന് ആലോചിച്ചാൽ മതി. വിൻസെൻറ്റിനെ സബ് ജയിലിലാക്കിയിട്ട് ഇൻസ്പെക്ടർ ശശിശങ്കറും സംഘവും മുളങ്കരയ്ക്ക് മടങ്ങി. അടുത്ത ദിവസത്തെ പത്രത്തിൽ റോസ്മേരിയുടെ മരണം ദുരൂഹതകൾ ഏറെ എന്ന ശീർഷകത്തിൽ വലിയ പ്രാധാന്യത്തോടു കൂടി ഫോട്ടോയും വാർത്തയും ഉണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വിഷം ഉള്ളിൽ ചെന്ന് തന്നെയാണ് മരണമെന്ന് സ്ഥിരീകരിച്ചിരുന്നു. ബലപ്രയോഗമൊന്നും നടന്നിട്ടില്ലെന്നും വ്യക്തമായി. പക്ഷേ മുളങ്കരയിലെ ജനങ്ങളെ ഞെട്ടിക്കുന്ന മറ്റൊരു വിവരം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ടായിരുന്നു. റോസ്മേരി 4 മാസം ഗർഭിണിയായിരുന്നു എന്നതായിരുന്നു ആ വിവരം. 2 വർഷം കൂടിയാണ് റോസ്മേരിയുടെ ഭർത്താവ് മൈക്കിൾ നാട്ടിലെത്തിയത്. അയാൾ എത്തിയിട്ട് ഒരാഴ്ച തികയുന്നതേ ഉള്ളൂ. മുളങ്കരക്കാർക്ക് ദിവസങ്ങളോളം ചർച്ച ചെയ്യാൻ പറ്റിയ ഒരു വിഷയം വീണു കിട്ടി. അതിനിടയിൽ പായിപ്പാട്ട് വിൻസെൻ്റ് വിസ്മൃതനായി പോയി. റിമാൻഡിൻ്റെ കാലാവധി തീർന്നപ്പോൾ വിൻസെൻ്റ് കോടതിയിൽ ഹാജരാക്കപ്പെട്ടു. ഔസേപ്പച്ചൻ അയാളെ ജാമ്യത്തിലിറക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തിരുന്നു. ജാമ്യം കിട്ടുമെന്ന് തന്നെയായിരുന്നു ഔസേപ്പച്ചൻ്റെയും വിൻസെൻറ്റിൻ്റെയും ഉറച്ച വിശ്വാസം. എന്നാൽ പ്രതിക്ക് ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കരുതെന്ന് പോലീസ് കോടതിയോട് അഭ്യർത്ഥിച്ചു. 2 കാരണങ്ങളാണ് പോലീസ് കോടതിയുടെ മുന്നിൽ വെച്ചത്. ഒന്നാമത്, പ്രതി ഇതുവരെ കുറ്റസമ്മതം നടത്തിയിട്ടില്ല. തെളിവ് നശിപ്പിക്കാനുള്ള സാധ്യത അതിനാൽ തന്നെ ഇപ്പോഴും അവശേഷിക്കുന്നു. രണ്ടാമത്, പ്രതിയെ ജാമ്യത്തിൽ അയക്കുന്നത് അയാളുടെ ജീവൻ ആപത്താണ്. കാരണം കൊല്ലപ്പെട്ടയാളിൻ്റെ ബന്ധുക്കൾ പ്രതിയോട് പ്രതികാരം ചെയ്യാൻ എല്ലാ ഏർപ്പാടുകളും ചെയ്ത് കാത്തിരിക്കുകയാണ്. പോലീസിൻ്റെ മുൻപിൽ വെച്ച് തന്നെ അവർ പ്രതിയെ വകവരുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കോടതി 30 ദിവസത്തേക്ക് കൂടി വിൻസെൻറ്റിൻ്റെ റിമാൻഡ് കാലാവധി നീട്ടിക്കൊണ്ട് ഉത്തരവായി. സൂസമ്മ അത് കേട്ട് കോടതി വരാന്തിയിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു. സബ് ജയിലിലേക്ക് മടങ്ങുമ്പോൾ വിൻസെൻറ്റിൻ്റെ കണ്ണും മനസ്സും നിറയെ ഇരുട്ടായിരുന്നു. ആ സബ് ഇൻസ്പെക്ടർ പറഞ്ഞത് വെറുതെയല്ലെന്ന് അവന് മനസ്സിലായി. താൻ കുടുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എല്ലാ തെളിവുകളും തനിക്കെതിരാണ്. ഇനി വധശിക്ഷയോ ജീവപര്യന്തമോ എന്നറിഞ്ഞാൽ മതി. ചെയ്യാത്ത തെറ്റിന്. ജയിലറയിൽ അവന് ശ്വാസമുട്ടൽ അനുഭവപ്പെടുത്തു. ഇരുമ്പഴിയിലേക്ക് നെറ്റിമുട്ടിച്ച് അവൻ പിറുപിറുത്തു. നിരപരാധിക്ക് ശിക്ഷ, ചെയ്യാത്ത തെറ്റിന്. അവൻ ഇരുമ്പഴികളിന്മേൽ നെറ്റിയിടിച്ചു. വീണ്ടും വീണ്ടും ഇടിച്ചു. ശബ്ദം കേട്ട് ഗാർഡ് വന്നു നോക്കുമ്പോൾ അവൻ്റെ നെറ്റി പൊട്ടി മുഖത്തുകൂടി ചോരയൊഴുകുന്നുണ്ടായിരുന്നു. നെറ്റിയിൽ വലിയ മുഴകളുണ്ടായിരുന്നു. എന്താടാ ഇത്? ഗാർഡ് പരിഭ്രമിച്ച് ചോദിച്ചു. വിൻസെൻ്റ് തിരിഞ്ഞു. സെല്ലിൻ്റെ മൂലയിലെ ഇരുട്ടിൽ ചെന്ന് പുറം തിരിഞ്ഞിരുന്നു. അവൻ്റെ കൺമുന്നിൽ കൊലമരത്തിൽ തൂക്കുകയർ കിടന്നിളകി. കാരാഗൃഹത്തിൻ്റെ ഇരുട്ടിലൂടെ തൻ്റെ പ്രായം കടന്നു പോകുന്നത് അവൻ എണ്ണി. വെളിയിൽ പകച്ചു നിൽക്കുന്ന തൻ്റെ അമ്മ, ആനിച്ചേച്ചിയും കുഞ്ഞും, ജൂലി, ജസ്റ്റിൻ. സെബാസ്റ്റ്യന് കൊടുത്ത 8 ലക്ഷത്തിൻ്റെ പലിശയും ടൗണിലെ കടയുടെ വാടകയും മാത്രമായിരുന്നു വരുമാനം. 8 ലക്ഷം അതേപടി പോയി. എങ്ങനെ തൻ്റെ കേസ് നടത്തും? എങ്ങനെ തൻ്റെ കുടുംബം ജീവിക്കും? ആരാണ് തന്നെ ചതിച്ചത്? അവൻ വീണ്ടും പിടഞ്ഞെഴുന്നേറ്റു. SI ശശിശങ്കർ പുറത്തേക്കിറങ്ങാൻ ഭാവിക്കുകയായിരുന്നു. അപ്പോഴാണ് ടെലിഫോൺ ശബ്ദിച്ചത്. ശശിശങ്കർ റിസീവർ എടുത്തു. ഹലോ, എവിടെ? താൻ ആരാ? ലൈൻ കട്ടായ ദേഷ്യത്തിൽ അയാൾ റിസീവർ ക്രാഡിലേക്കിട്ടു. ആരാണെന്ന് ചോദിച്ചപ്പോൾ കഴിവേറി കട്ട് ചെയ്തിരിക്കുന്നു. എന്താ സാറേ? ഹെഡ് കോൺസ്റ്റബിൾ ഇട്ടിച്ചൻ ചോദിച്ചു. പള്ളിത്താഴത്ത് ഫൈനാൻസിയേഴ്സ് ആൻഡ് ചിട്ടി ഫണ്ട്സിന് മുന്നിൽ വലിയ ബഹളം നടക്കുന്നെന്ന്. അതാ ചത്തുപോയ സെബാസ്റ്റ്യൻ്റെ കറക്ക് കമ്പനിയല്ലേ? ഓ, അത് ശരി. ആരാ സാറേ വിളിച്ചു പറഞ്ഞത്? ഏതോ ഒരു പന്ന മോൻ. നമുക്കിവിടെ പണിയില്ലാത്തതുകൊണ്ട് വെറുതെ ഇരിക്കുമല്ലേ, അവൻ പണിയുണ്ടാക്കി തന്നതാ. അങ്ങോട്ട് പോകണോ സാറേ? പിന്നെ പോകാതെ പറ്റുമോ? വാ, അസീസിനെ പ്രഭാകരനെ കൂടി വിളിച്ചോ. ശശിശങ്കർ അപ്പോൾ തന്നെ പോലീസുകാരെയും കൂട്ടി ജീപ്പിൽ പുറപ്പെട്ടു. പള്ളിത്താഴത്ത് ഫൈനാൻസിയേഴ്സിൻ്റെ മുന്നിൽ വലിയ ആൾക്കൂട്ടമായിരുന്നു. അതിൻ്റെ ജനാലച്ചില്ലുകൾ ഇതിനകം അടിച്ച് തകർത്ത് കഴിഞ്ഞിരുന്നു. അക്രമാസക്തരായ ജനക്കൂട്ടം വാതിൽ തല്ലിപ്പൊളിക്കാനുള്ള ശ്രമത്തിലാണ്. പോലീസ് എത്തിയതോടെ ആൾക്കൂട്ടം അല്പമൊന്ന് ശാന്തമായി. ശശിശങ്കർ ആൾക്കൂട്ടത്തിന് മധ്യത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. എന്താണ് പ്രശ്നമെന്ന് അന്വേഷിച്ചു. ആളുകൾ മുന്നോട്ട് തിക്കി കയറി പരാതി പറയാൻ തുടങ്ങി. സെബാസ്റ്റ്യൻ മരിച്ചതിൻ്റെ പിറ്റേന്ന് മുതൽ സ്ഥാപനം അടച്ചുപൂട്ടിയിരിക്കുകയാണ്. തുറക്കാനുള്ള നടപടികൾ ഇതുവരെ ആയിട്ടില്ല. സ്ഥാപനത്തിലെ തൊഴിലാളികളും ജോലിക്ക് വരുന്നില്ല. ഇടപാടുകാർക്ക് അവരുടെ നിക്ഷേപം തിരിച്ചു കിട്ടണം. ആയിരക്കണക്കിലും 10,000-കണക്കിലും ലക്ഷക്കണക്കിലും നിക്ഷേപിച്ചവരുണ്ട്. ചിട്ടി ഇടപാടുകളിൽ നിന്ന് പണം കിട്ടാനുള്ളവരുമുണ്ട്.
പണയം വെച്ച സ്വർണം തിരിച്ചെടുക്കേണ്ടവരുണ്ട്. സെബാസ്റ്റ്യൻ്റെ വീട്ടിൽ അവർ അന്വേഷിച്ചപ്പോൾ വീട്ടുകാർ കൈമലർത്തി കാട്ടി. പണമിടപാടുകളെപ്പറ്റി അവർക്കൊന്നും അറിയില്ല. പ്രശ്നം സങ്കീർണമാണെന്ന് പോലീസിന് മനസ്സിലായി. സ്ഥാപനം അടിച്ചു തകർത്താൽ നിങ്ങൾക്ക് കിട്ടാനുള്ള പണം കിട്ടുമോ? ഞങ്ങൾ പിന്നെന്തിനാ തുപ്പിയും കൊപ്പായോ ഇട്ടുകൊണ്ട് ഈ സ്റ്റേഷനിൽ ഇങ്ങനെ ഇരിക്കുന്നത്? അക്രമം നടത്താൻ ഒരുത്തനെ അനുവദിക്കില്ല, ശശിശങ്കർ പറഞ്ഞു. ഞങ്ങൾക്ക് ഞങ്ങളുടെ പണവും സ്വർണവും കിട്ടണം. ആൾക്കൂട്ടം ഇരമ്പി. പരാതിയുള്ളവർ അത് എഴുതി തന്നാൽ ഞങ്ങൾ അന്വേഷിക്കാം. 1 മണിക്കൂറിനുള്ളിൽ പരാതികളുടെ കൂമ്പാരം പോലീസിന് മുമ്പിൽ വന്നുകൂടി. പോലീസ് പരാതിക്കാരുടെ അകമ്പടിയോടെ പള്ളിത്താഴത്ത് വീട്ടിലെത്തി. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ബ്ലേഡ് കമ്പനി ഇപ്പോൾ തുറക്കാത്തത്? ശശിശങ്കർ സെബാസ്റ്റ്യൻ്റെ വീട്ടുകാരോട് ചോദിച്ചു. സെബാസ്റ്റ്യൻ്റെ അനുജൻ കുഞ്ഞുമോനാണ് മറുപടി പറഞ്ഞത്. ചേട്ടൻ്റെ സ്ഥാപനമായിരുന്നു അത്. അവിടുത്തെ ഒരിടപാടും ഞങ്ങൾക്കറിയത്തില്ല. നാട്ടുകാരുടെ കയ്യിൽ നിന്ന് കാശും പിടിച്ചു വെച്ചിട്ട് അറിയത്തില്ലെന്നും പറഞ്ഞിരുന്നാൽ മതിയോടാ. ഞങ്ങൾ ആരോടും ഒരു പൈസ പോലും വാങ്ങിയിട്ടില്ല സാറേ. പിന്നെ ആരാ? നിൻ്റെ അപ്പനാണോടാ ഇരപ്പാളി കാശ് വാങ്ങിയത്? ചേട്ടൻ ആരോടൊക്കെയോ വാങ്ങിച്ചിട്ടുണ്ട്, ആർക്കൊക്കെയോ കൊടുക്കാനുമുണ്ട് എന്നൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല സാറേ. പറഞ്ഞിട്ടില്ലെങ്കിലും ഓഫീസിനകത്ത് വാങ്ങിച്ചതിൻ്റെയും കൊടുത്തതിൻ്റെയും കണക്കെഴുതി വെച്ചിട്ടില്ലേടാ? അതറിയാൻ മേല. അറിയാൻ മേലെങ്കിൽ പോയി തുറന്നു നോക്കണോടാ. ചേട്ടൻ മരിച്ചേ പിന്നെ ഞങ്ങളാരും. നീ പിന്നെ എന്തോന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക? ചത്തുപോയ നിൻ്റെ ചേട്ടൻ്റെ പ്രേതം വന്ന് ഓഫീസ് തുറക്കുമെന്നോ? സാറേ, ഞങ്ങളോടിങ്ങനെ ചൂടാകാൻ ഞങ്ങളൊരു തെറ്റും ആരോടും ചെയ്തിട്ടില്ല. എൻ്റെ അനുജൻ നഷ്ടപ്പെട്ടതിൻ്റെ വിഷമം പോലും മാറുന്നതിന് മുമ്പേ സാറിങ്ങനെ. സെബാൻ്റെ ജ്യേഷ്ഠൻ കുര്യാച്ചൻ വേവലാതിപ്പെട്ടു. വിഷമം മാറിയില്ലെങ്കിൽ ഞാൻ തഴുകി ആശ്വസിപ്പിക്കാമിടോ. മര്യാദയ്ക്ക് എന്ന് ഓഫീസ് തുറന്ന കാര്യങ്ങൾ എങ്ങനെയെന്ന് വെച്ചാൽ നടത്താൻ നോക്ക്. കമ്പനിയുടെ താക്കോല് പോലും ഞങ്ങളുടെ കയ്യിലില്ല സാറേ, അത് ചേട്ടൻ്റെ കയ്യിലായിരുന്നു. എന്നിട്ട് കാറിനകത്തുനിന്ന് താക്കോലൊന്നും കിട്ടിയില്ലല്ലോ. അവനതെടുത്ത് കളഞ്ഞു കാണും വിൻസെൻ്റ്. കാര്യങ്ങൾ ഉദ്ദേശിച്ച പോലെ എളുപ്പമല്ലെന്ന് ശശിശങ്കറിന് മനസ്സിലായി. അവൻ്റെ സ്ഥാപനം നിങ്ങൾ കുത്തി തുറക്കുവോ അല്ലാതെ തുറക്കുവോ എന്താണെന്ന് വെച്ചാൽ ചെയ്തു. അതിനകത്തുള്ളത് എന്താണെന്ന് വെച്ചാൽ എടുത്തുകൊണ്ട് വയ്ക്കൂ. ഞങ്ങൾക്കൊന്നും വേണ്ട. ഇവിടെ നിന്നാരും അവകാശം പറഞ്ഞുകൊണ്ട് വരികയുമില്ല. കുര്യാച്ചൻ നീക്കുപോക്കില്ലാത്ത മട്ടിൽ പറഞ്ഞു. നിങ്ങൾ ബഹളമുണ്ടാക്കരുത്. ശശിശങ്കർ അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ഞങ്ങൾക്ക് ഞങ്ങളുടെ കാശ് കിട്ടണം. അല്ലെങ്കിൽ അവൻ്റെ അമ്മയുടെ ഫിനാൻസിയേഴ്സും കാണുകയില്ല, ഈ വീടും കാണുകയില്ല. കത്തിക്കും ഞങ്ങൾ. പാൽക്കച്ചവടം നടത്തുന്ന പൈലി എരിയുന്ന സ്വരത്തിൽ പറഞ്ഞു. പൈലി സൂക്ഷിച്ച് സംസാരിക്കുക. അന്തോന്നി മുന്നറിയിപ്പ് നൽകി. ഇങ്ങനെ ഏതാണ്ട് പറഞ്ഞു പോയതിനാ പായിപ്പാട്ട് വിൻസെൻ്റ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത്. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറ സാറേ, കുന്നക്കാട്ട് ചാക്കോച്ചൻ ചോദിച്ചു. ഇവരിത് തുറക്കാത്ത നിലയ്ക്ക്, ഇത്രയും പരാതി കിട്ടിയ നിലയ്ക്കും ഇനി സ്ഥാപനം തുറക്കണമെങ്കിൽ സെർച്ച് വാറൻറ്റ് വേണം. SI ശശിശങ്കർ വല്ല വിധേനയും ആളുകളെ സമാധാനിപ്പിച്ചു പിരിച്ചയച്ചു. പിറ്റേന്ന് സെർച്ച് വാറൻറ്റുമായി CIയും SIയും പോലീസുകാരും പള്ളിത്താഴത്ത് ഫൈനാൻസിയേഴ്സിലെത്തി. നാട്ടുകാരുടെ സാന്നിധ്യത്തിൽ ഒരു കൊല്ലനെ കൊണ്ട് പ്രധാന വാതിലിൻ്റെ പൂട്ട് ഇളക്കി മാറ്റിച്ചു. സ്ഥാപനത്തിലെ ജോലിക്കാരെ എല്ലാം വിളിച്ചു വരുത്തിയിരുന്നു. അവരെ കൊണ്ട് കണക്ക് ബുക്കുകളും മറ്റു രേഖകളും എടുപ്പിച്ച് പരിശോധിച്ചു. ചിട്ടിക്കണക്കുകളും ചെറുകിട പണമിടപാട് രേഖകളും യഥാസ്ഥാനങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നു. വൻകിട പണമിടപാടുകളെ സംബന്ധിച്ച രേഖകൾ സെബാസ്റ്റ്യൻ സ്വകാര്യമായാണ് സൂക്ഷിച്ചിരുന്നതെന്നും അവയൊന്നും സ്ഥാപനത്തിൽ സൂക്ഷിക്കാറില്ലായിരുന്നുവെന്നും ജോലിക്കാർ പറഞ്ഞു. സ്വർണ്ണപ്പണയ ഉരുപ്പടികളുടെ രേഖകൾ മുഴുവൻ ബാങ്കിലുണ്ട്. എന്നാൽ ലോക്കർ പരിശോധിച്ചപ്പോൾ കുറച്ച് സ്വർണ്ണ ഉരുപ്പടികൾ മാത്രമേ കണ്ടുകിട്ടിയുള്ളൂ. അലമാര പരിശോധിച്ചപ്പോൾ പണവും വളരെ കുറച്ചേയുള്ളൂവെന്ന് മനസ്സിലായി. ലക്ഷങ്ങളുടെ ഇടപാട് നടക്കുന്ന സ്ഥാപനത്തിൽ ആകെ അവശേഷിക്കുന്നത് 5675 രൂപയും കുറേ ചില്ലറ തുട്ടുകളും. സ്വർണ്ണപ്പണയത്തെപ്പറ്റി പോലീസ് ചോദിച്ചപ്പോൾ അക്കൗണ്ടൻറ്റ് സുകുമാരൻ പറഞ്ഞു, അതെല്ലാം മേമ്പണയം വയ്ക്കാൻ വേണ്ടി മുതലാളി തന്നെ എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ്. എന്നാണ് കൊണ്ടുപോയത്? കഴിഞ്ഞ മാസം 23-ാം തീയതി. എവിടെയാണ് സാധാരണ മേമ്പണയം വെക്കാറ്? CI വിജയരാഘവൻ ചോദിച്ചു. അതറിയില്ല സാർ. ഇതിനു മുമ്പ് വെച്ചിട്ടുള്ള സ്ഥലങ്ങൾ അറിയില്ലേ? മുൻപ് മേമ്പണയം വയ്ക്കുന്ന പതിവില്ലായിരുന്നു. പിന്നെ ഇപ്പോഴെന്താണ് മേമ്പണയം വയ്ക്കാൻ കാരണം? ആർക്കോ പണം തിരിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അത് കൊടുക്കണമെങ്കിൽ മേമ്പണയം വയ്ക്കുകയേ നിവൃത്തിയുള്ളൂവെന്ന് പറഞ്ഞാണ് സ്വർണ്ണ ഉരുപ്പടികൾ എടുത്തുകൊണ്ട് പോയത്. എവിടെയാണ് മേമ്പണയം വെച്ചതെന്ന് വല്ല ഊഹവുമുണ്ടോ? കോട്ടയത്ത് ഏതെങ്കിലും ബാങ്കിലായിരിക്കാനേ സാധ്യതയുള്ളൂ. മേമ്പണയം വെച്ചോ അതോ വയ്ക്കാനിരിക്കുന്നേയുള്ളോ എന്നൊന്നും നിശ്ചയമില്ല. എത്ര രൂപ എടുക്കാനായിരുന്നു സെബാസ്റ്റ്യൻ്റെ ഉദ്ദേശമെന്നറിയാമോ? അറിയില്ല. ആർക്കാണ് പണം കൊടുക്കാനുണ്ടായിരുന്നതെന്നും അത് എത്ര രൂപയുണ്ടായിരുന്നെന്നും നിശ്ചയമുണ്ടോ? ഇല്ല സാർ, അത്തരം കാര്യങ്ങളൊന്നും മുതലാളി ഞങ്ങളോട് പറയാറില്ല. പണം പലിശയ്ക്ക് വാങ്ങിയവരുടെ പേര് വിവരങ്ങളും കണക്കുകളും എല്ലാം ബ്ലേഡ് കമ്പനി ഓഫീസിലുണ്ട്. ഇവിടെ മാസച്ചിട്ടിയുടെയും ആഴ്ചച്ചിട്ടിയുടെയും ഡെയിലി ചിട്ടിയുടെയും ഇടപാട് മാത്രമേ മുഖ്യമായിട്ടും നടന്നിരുന്നുള്ളൂ.
അതുപോലെ തന്നെ കച്ചവടക്കാർക്ക് പലിശയ്ക്ക് കൊടുത്തിരുന്ന കാശിൻ്റെ ഡെയിലി പിരിവും ആഴ്ചപ്പിരിവും. വലിയ ഇടപാടുകളെല്ലാം മുതലാളി നേരിട്ടാണ് നടത്തിയിരുന്നത്, അക്കൗണ്ടൻ്റ് ബോധിപ്പിച്ചു. അയാളെ കൂടാതെ വേറെ 5 ജോലിക്കാർ കൂടി ഉണ്ടായിരുന്നു സ്ഥാപനത്തിൽ. ടൈപ്പിസ്റ്റ് രാധാമണി, ഓഫീസ് ബോയ് അശോകൻ, കച്ചവടക്കാരിൽ നിന്നും ഡെയിലി പിരിവെടുക്കുന്ന സജി, കണക്കെഴുത്തുകാരൻ അവറാച്ചൻ, ചിട്ടിക്കാര്യങ്ങളുടെ ചുമതല വഹിക്കുന്ന ദാസപ്പൻ എന്നിവർ. പോലീസ് സംഘം സെബാസ്റ്റ്യൻ്റെ വീട്ടിലും തിരച്ചിൽ നടത്തുകയുണ്ടായി. പക്ഷേ കൂടുതൽ രേഖകളൊന്നും കണ്ടെടുക്കാനായില്ല. സെബാസ്റ്റ്യൻ്റെ പേരിൽ കാര്യമായ ആസ്തികളൊന്നുമില്ല. ബ്ലേഡ് കമ്പനി പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് വാടക കെട്ടിടത്തിലാണ്. ഓഫീസ് ഉപകരണങ്ങൾക്കെല്ലാം കൂടി 1 ലക്ഷം രൂപയിൽ കൂടുതൽ വിലമതിക്കില്ല. കുടുംബസ്വത്ത് ഇതുവരെയും വീതം വെച്ചിട്ടുമില്ല. ഒരു ബെൻസ് കാർ മാത്രമായിരുന്നു സെബാസ്റ്റ്യന് സ്വന്തമായുള്ള വിലപിടിച്ച സ്വത്ത്. അതിൻ്റെ രേഖകൾ പരിശോധിച്ചപ്പോൾ RC ബുക്ക് പണയപ്പെടുത്തി 3 ലക്ഷം രൂപയോളം ഒരു ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും വായ്പ എടുത്തിട്ടുണ്ടെന്ന് മനസ്സിലായി. വായ്പത്തുക വളരെ കുറച്ച് തിരിച്ചടച്ചിട്ടുമുണ്ട്. 4 മാസമായി തവണകൾ മുടങ്ങിക്കിടക്കുകയുമാണ്. പോലീസ് സെബാസ്റ്റ്യൻ്റെ പണമിടപാടുകളെക്കുറിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടത്തി. 1.25 കോടിയോളം രൂപ ഇടപാടുകാർക്ക് സെബാസ്റ്റ്യൻ മടക്കി കൊടുക്കാനുണ്ടെന്ന് വ്യക്തമായി. പണയപ്പണ്ടങ്ങളുടെ വില പോലീസ് കണക്കിൽപ്പെടുത്തിയിരുന്നില്ല. 15 ലക്ഷത്തിനും 25 ലക്ഷത്തിനും ഇടയ്ക്കുള്ള ഒരു തുക റോസ്മേരിയിൽ നിന്ന് സെബാസ്റ്റ്യൻ കൈപ്പറ്റിയിട്ടുണ്ടാകുമെന്ന് മൈക്കിൾ വെളിപ്പെടുത്തി. മാത്രമല്ല, റോസ്മേരിയുടെ പേരിലുള്ള റോസ് വില്ല ജാമ്യമായി നൽകിക്കൊണ്ട് ഭൂപണയ ബാങ്കിൽ നിന്നും 16 ലക്ഷം രൂപയുടെ ഒരു ലോണും സെബാസ്റ്റ്യൻ എടുത്തിരുന്നു. ഈ പണമെല്ലാം സെബാസ്റ്റ്യൻ എന്തു ചെയ്തു? ദൂർത്തടിച്ച് തീർക്കുകയായിരുന്നോ? അല്ലെങ്കിൽ ബിനാമി പേരുകളിൽ എവിടെയെങ്കിലും കെട്ടിടങ്ങളോ സ്ഥലമോ തോട്ടമോ വാങ്ങിയിട്ടുണ്ടോ? ബന്ധുക്കളുടെ പേരിൽ വമ്പിച്ച ഭൂസ്വത്തോ കെട്ടിടമോ ബാങ്ക് നിക്ഷേപമോ ഉണ്ടോ? അതേപ്പറ്റിയും പോലീസ് അന്വേഷിച്ചു. ബന്ധുക്കളുടെ പേരിലൊന്നും കാര്യമായ യാതൊരു സമ്പാദ്യവുമില്ല. ബിനാമി ഇടപാടുകളിൽ പെട്ടതായും തെളിവൊന്നും കിട്ടിയില്ല. സെബാസ്റ്റ്യൻ സുകുമാനായിരുന്നുവെന്ന് മാത്രം പോലീസിന് മനസ്സിലായി. ബെൻസുകാർ തന്നെയായിരുന്നു അതിനുള്ള തെളിവ്. സെബാസ്റ്റ്യൻ ഇഷ്ടമുള്ള ചില സ്ത്രീകൾക്ക് വേണ്ടി പണം എത്ര വേണമെങ്കിലും മുടക്കുമായിരുന്നുവെന്നും അത്തരം ഇടപാടുകൾ അതിരഹസ്യമായിട്ടാണ് നടത്തിയിരുന്നതെന്നും പോലീസിന് വിവരം ലഭിച്ചു. മാസം 2-3 ലക്ഷം രൂപ ചെലവാക്കി ജീവിക്കുന്നവന് ഇത്രയൊക്കെ തട്ടിപ്പും വെട്ടിപ്പും നടത്തേണ്ടി വരും. CI വിജയരാഘവൻ അഭിപ്രായപ്പെട്ടു. സത്യം പറഞ്ഞാൽ വിൻസെൻ്റ് അവനെ കൊന്നത് അവന് രക്ഷയായി സാറേ, ഹെഡ് കോൺസ്റ്റബിൾ ഇട്ടിച്ചൻ പറഞ്ഞു. അവൻ ജീവിച്ചിരിക്കുന്നെങ്കിലത്തെ അവസ്ഥ സാറൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ പണമെല്ലാം അവൻ എവിടെ നിന്നുണ്ടാക്കി കൊടുക്കും? നാട്ടുകാരെല്ലാം കൂടി ഇഞ്ചിഞ്ചായിട്ട് അവനെ നുള്ളിക്കീറി കൊല്ലുകില്ലായിരുന്നോ? ഇട്ടിച്ചൻ തൻ്റെ നിലപാട് വിശദീകരിച്ചു. എൻ്റെ ബലമായ സംശയം പായിപ്പാട്ട് വിൻസെൻറ്റിന് ഈ തട്ടിപ്പിലും വെട്ടിപ്പിലും കാര്യമായ പങ്കുണ്ടെന്ന. മേമ്പണയം വയ്ക്കാൻ കൊണ്ടുപോയ സ്വർണം അവൻ അറിയാതെ എങ്ങോട്ടും പോവില്ല, SI ശശിശങ്കർ പറഞ്ഞു. ഈ 8 ലക്ഷത്തിൻ്റെ ഇടപാട് വെറും ഒരു മറയായിരിക്കും. ഒടുവിൽ സത്യങ്ങൾ വെളിച്ചത്താകുമെന്ന് കണ്ടപ്പോൾ സെബാസ്റ്റ്യനെ തട്ടിക്കളഞ്ഞതായിരിക്കും. ആ വഴിക്ക് നമുക്ക് അവനെ ഒന്ന് ചോദ്യം ചെയ്ത് നോക്കാം. വിജയരാഘവന് സമ്മതിച്ചു. അടുത്ത ദിവസം ചോദ്യം ചെയ്യലിനായി പോലീസ് സബ് ജയിലിൽ പോയി വിൻസെൻറ്റിനെ കൂട്ടിക്കൊണ്ടുവന്നു. പക്ഷെ എത്രയൊക്കെ ചോദ്യം ചെയ്തിട്ടും പോലീസ് പ്രതീക്ഷിച്ച വെളിപ്പെടുത്തലുകളൊന്നും വിൻസെൻറ്റിൽ നിന്നും ഉണ്ടായില്ല. നിനക്കിതേപ്പറ്റിയൊന്നും അറിയില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ അവനെ കൊന്നു? ഒടുവിൽ SI ശശിശങ്കർ ചോദിച്ചു. ഞാനല്ല സാർ കൊന്നത്. പിന്നെ ആരാണ്? എനിക്കറിയില്ല. എന്നാലും ആരായിരിക്കുമെന്നാണ് നിന്റെ ഊഹം? പരിഹാസസ്വരത്തിലാണ് ശശിശങ്കർ ചോദിച്ചത്. വിൻസെൻ്റ് ഒന്നും മിണ്ടിയില്ല. അത് ശരിയാ, അപ്പോൾ നിനക്ക് വേറെ ആരെയും സംശയമില്ല? എങ്ങനെ സംശയിക്കാനാ അല്ലേ? എനിക്ക് ഈ 3 കൂട്ടരെ സംശയമുണ്ട്, വിൻസെൻ്റ് പറഞ്ഞു. ഓഹോ, അത് ആരൊക്കെയായിരിക്കുമെന്ന് കൂടി മോനൊന്ന് പറഞ്ഞേ, പരിഹാസ ചിരിയോടെ ശശിശങ്കർ ചോദിച്ചു. 1 കല്ലിങ്കല ദേവസിക്കുട്ടി, അതായത് നിന്റെ കാമുകിയുടെ അപ്പൻ. അയാളെന്തിന് കൊലപാതകം ചെയ്യണം? അതും മക്കളോട് നല്ലപോലെ സ്നേഹമുള്ള മാന്യനായ ഒരപ്പൻ. സാർ, ദേവസിക്കുട്ടിയുമായിട്ട് സെബാന് ഒരുപാട് സാമ്പത്തിക ഇടപാടുകളുണ്ടായിരുന്നു. പിന്നെ ആരാണ്? റോസ്മേരിയുടെ ഭർത്താവ് മൈക്കിൾ. അതിൻ്റെ മോട്ടീവ് എന്താ? മൈക്കിളിൻ്റെ പണം മുഴുവൻ റോസ്മേരി വഴി സെബാന കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. മാത്രമല്ല, സെബാനും റോസ്മേരിയും തമ്മിൽ അഭിഹിതവും ഉണ്ടായിരുന്നു. മൈക്കിൾ അവധിക്ക് നാട്ടിലെത്തി ഒരാഴ്ചയ്ക്കകം സെബാൻ കൊല്ലപ്പെട്ടു. കൊള്ളാം, നല്ല കണ്ടുപിടുത്തം. നിന്റെ തലയിൽ അത്യാവശ്യത്തിന് ബുദ്ധിയൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ MA പാസ്സാകാനൊന്നും പറ്റില്ലല്ലോ അല്ലേ? ആട്ടെ, ഇനി ആരെയാണ് സംശയം? റോസ്മേരിയെ. ഇത്തവണ ശശിശങ്കറിൻ്റെ കണ്ണു മിഴിഞ്ഞു. റോസ്മേരിയോ? അവൾ ചത്തുപോയില്ലേ? സെബാൻ മരിച്ചു കഴിഞ്ഞല്ലേ? അവൾ സെബാനെ കൊന്നെന്നോ? അവളല്ലെങ്കിൽ അവളുടെ വാടക കൊലയാളി, അല്ലെങ്കിൽ അവളുടെ ആങ്ങളമാർ.
എന്നാൽ പിന്നെ എന്തിനാടാ അവൾ ആത്മഹത്യ ചെയ്തത്? അവൾ ആത്മഹത്യ ചെയ്തതല്ലെങ്കിലോ? ശശിശങ്കർ വിൻസെൻറ്റിനെ തുറച്ചു നോക്കി. അവളെ കൊന്നതാണെന്നാണോ നീ പറഞ്ഞുകൊണ്ട് വരുന്നേ? ആര്? ഞാനല്ല, എന്നെ സംശയിക്കണ്ട. ഞാൻ ആ സമയത്ത് പോലീസ് കസ്റ്റഡിയിലായിരുന്നു. പിന്നെ ആരാടാ കൊന്നത്? അതൊന്നും എനിക്കറിയില്ല. നീയല്ലേ പറഞ്ഞത് ആത്മഹത്യയല്ലെന്ന്? അത് സത്യമാണ്. ഞാൻ അറിയുന്ന റോസ്മേരി ആത്മഹത്യ ചെയ്യില്ല. നീ അറിയുന്ന റോസ്മേരി? ശശിശങ്കറിൻ്റെ കണ്ണുകൾ വികസിച്ചു. നിനക്കവളെ അടുത്തറിയാമായിരുന്നോ? അറിയാം. നീ അവളുടെ വീട്ടിൽ പോയിട്ടുണ്ടോ? ഉണ്ട്. എത്ര തവണ? പല തവണ പോയിട്ടുണ്ട്. എന്തിന്? സെബാൻ എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. പിന്നെ റോസ്മേരി വിളിച്ചിട്ടും ഞാൻ അവിടെ പോയിട്ടുണ്ട്. സെബാൻ കൊല്ലപ്പെട്ട ആ പകലും ഞാൻ അവിടെ പോയിരുന്നു. കള്ളക്കഴുവേറുടെ മോനെ, അപ്പോൾ നീയാണ് അവളെ ഗർഭിണിയാക്കിയത് അല്ലേടാ? എന്നിട്ട് നീയും അവളും കൂടി ചേർന്ന് സെബാനെ തട്ടി, അതല്ലേടാ സത്യം? SI ശശിശങ്കർ വിൻസെൻറ്റിൻ്റെ നേർക്ക് ഗർജിച്ചു. സാർ അങ്ങനെയൊക്കെ ഊഹിക്കാൻ തുടങ്ങിയാൽ സത്യം കാണാൻ പറ്റില്ല, വിൻസെൻ്റ് നിരാശയോടെ പറഞ്ഞു. സെബാസ്റ്റ്യനെ കൊലപ്പെടുത്തിയത് വിൻസെൻ്റ് ആണെന്ന് പോലീസ് തീർച്ചപ്പെടുത്തിയിരുന്നതിനാൽ സെബാസ്റ്റ്യൻ്റെ കൊലപാതകത്തെ സംബന്ധിച്ച് വിൻസെൻ്റ് നടത്തിയ സംശയ പ്രകടനങ്ങൾക്ക് ശശിശങ്കർ ഒരു പ്രാധാന്യവും കൊടുത്തില്ല. വിൻസെൻ്റും റോസ്മേരിയും തമ്മിൽ എന്തെങ്കിലും അവിശുദ്ധ ബന്ധങ്ങൾ ഉണ്ടായിരുന്നോ എന്നറിയാൻ മാത്രമായിരുന്നു ശശിശങ്കറിന് താല്പര്യം. നീ റോസ്വില്ലയിൽ പലവട്ടം പോയിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്? നീയും റോസ്മേരിയും തമ്മിൽ അതിന് തക്ക ബന്ധം എന്തായിരുന്നു? സൗഹൃദമോ അതോ? എനിക്ക് റോസ്മേരിയുമായി യാതൊരു തരത്തിലുള്ള ബന്ധങ്ങളും ഇല്ലായിരുന്നു, വിൻസെൻ്റ് പറഞ്ഞു. ഓഹോ, അത് ശരി. പിന്നെ എന്തിനാടാ നീ പലവട്ടം അവിടെ പോയത്? 2 or 3 തവണ ഞാൻ അവിടെ പോയത് സെബാൻ്റെ കൂടെയാണ്. അതെന്തിനാ സെബാൻ നിന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയത്? അവനും അവളും തമ്മിൽ രഹസ്യബന്ധമുണ്ടെങ്കിൽ നിന്നെ ഒഴിവാക്കാനല്ലേ സെബാൻ നോക്കൂ. ഒരാളെ പരിചയപ്പെടുത്തി തരാം എന്ന് പറഞ്ഞാണ് ആദ്യം എന്നെ കൊണ്ടുപോയത്. അത് റോസ്മേരിയാണെന്ന് ആ ഗേറ്റ് കടന്നിട്ടേ എനിക്ക് മനസ്സിലായുള്ളൂ. അങ്ങോട്ട് പോകാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. അപ്പോൾ സെബാൻ എന്നോട് പറഞ്ഞു റോസ്മേരി ഒരു പാവമാണെന്നും നല്ലവളാണെന്നും. അവളെക്കുറിച്ച് പുറമേ കേട്ടതും കണ്ടതും ഒന്നുമല്ല യാഥാർത്ഥ്യമെന്നുമൊക്കെ. എന്നിട്ട് എന്നെ കൂട്ടിക്കൊണ്ട് ചെല്ലുമെന്ന് സെബാൻ റോസ്മേരിയോട് നേരത്തെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് റോസ്മേരി ഞങ്ങൾക്ക് വേണ്ടി ഒരു ഡിന്നർ ഒരുക്കിയിരുന്നു. ഞാൻ അന്നാണ് റോസ്മേരിയെ അടുത്ത് കാണുന്നതും പരിചയപ്പെടുന്നതും. പിന്നെ സെബാൻ പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് തോന്നി. പാവമാണെന്നും നല്ലവളാണെന്നും. ഒരുപാട് സംസാരിച്ചിരുന്ന കൂട്ടത്തിൽ അവൾ ഭർത്താവിൻ്റെ സ്നേഹമില്ലായ്മയെക്കുറിച്ചും ക്രൂരതയെക്കുറിച്ചും ഒക്കെ സൂചിപ്പിച്ചിരുന്നു. ആ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടെന്നും ഒരുപക്ഷെ വിവാഹമോചനത്തിന് ശ്രമിച്ചേക്കുമെന്നും വരെ പറഞ്ഞു. ഭക്ഷണം കഴിഞ്ഞ് ഞാനും സെബാനും തിരിച്ചു പോന്നു. അതെത്ര കാലം മുൻപാണ്? 8 or 9 മാസമായി കാണും. പിന്നെ എന്തിനാ നീ അവിടെ പോയത്? അതും സെബാൻ്റെ കൂടെയായിരുന്നു. അവിടെ ചെന്ന് സംസാരിച്ചിരിക്കുന്നതിനിടയിൽ സെബാൻ ഒരു ഫോൺ വന്നു. ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് 10 മിനിറ്റിനകം വരാമെന്ന് പറഞ്ഞ് സെബാൻ പോയി. 1 മണിക്കൂർ കഴിഞ്ഞിട്ടും അവൻ തിരിച്ചു വന്നില്ല. ആ 1 മണിക്കൂർ നീയും റോസ്മേരിയും കൂടി എന്ത് ചെയ്യുമായിരുന്നു? ഞങ്ങൾ സംസാരിച്ചിരുന്നു. അത്രയും നേരമായിട്ടും സെബാൻ വരാത്തത് കൊണ്ട് ഞാൻ തിരിച്ചു പോന്നു. പിന്നെ നീ സെബാനില്ലാതെ അവളെ കാണാൻ പോയി തുടങ്ങി അല്ലേ? ഇല്ല, പക്ഷേ റോസ്മേരി ഇടയ്ക്കിടെ എന്നെ ഫോണിൽ വിളിക്കുമായിരുന്നു. സുഖവിവരങ്ങളൊക്കെ ചോദിക്കും. ഒരു ദിവസം ക്ഷണിക്കുകയും ചെയ്തു. എന്നിട്ട് നീ പോയോ? ഇല്ല, സെബാനും കൂടി ഉള്ളപ്പോൾ വരാമെന്ന് പറഞ്ഞു. സെബാൻ ഉണ്ടെങ്കിലേ അങ്ങോട്ട് ചെല്ലാൻ പാടുള്ളോ എന്നവൾ ചോദിച്ചു. അത് ശരിയല്ലെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ പോയതുമില്ല. ഞാൻ ഇക്കാര്യം സെബാനോട് പറഞ്ഞപ്പോൾ അവൻ്റെ പ്രതികരണവും ശരിയായി തോന്നിയില്ല. റോസ്മേരി പാവമാണെന്നും വിൻസെൻറ്റിനെ അവൾക്ക് ഒരുപാട് ഇഷ്ടമാണെന്നും ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകണമെന്നും അതവൾക്കൊരാശ്വാസമായിരിക്കുമെന്നും അവൻ എന്നോട് പറഞ്ഞു. പിന്നീട് ഒരിക്കൽ റോസ്മേരിക്ക് വേളാങ്കണ്ണിക്ക് പോകാൻ ആഗ്രഹമുണ്ടെന്നും നമുക്ക് 3 പേർക്കും കൂടി പോകാമെന്നും അവൻ എന്നെ ഒരുപാട് നിർബന്ധിച്ചു. ഓഹോ, ഞാൻ ഒഴിഞ്ഞു മാറി. സെബാനും റോസ്മേരിയും കൂടി വേളാങ്കണ്ണിക്ക് പോയെന്ന് പിന്നീട് അറിഞ്ഞു. നീ റോസ്വില്ലയിൽ തനിച്ചു പോയെന്ന് പറഞ്ഞല്ലോ, അതെന്നായിരുന്നു? പണത്തിൻ്റെ പ്രശ്നത്തിൽ ഞാനും സെബാനും കൂടി ടൗണിൽ വെച്ച് വഴക്കുണ്ടായി 2 ദിവസത്തിന് ശേഷം. റോസ്മേരി ഫോണിൽ വിളിച്ച് വളരെ അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ അവളുടെ വീട്ടിൽ ചെന്നു. സെബാനുമായിട്ട് പിണങ്ങിയോ എന്ന് റോസ്മേരി എന്നോട് ചോദിച്ചു. അവളെ എന്തോ അലട്ടുന്നുണ്ടെന്ന് തോന്നി. സെബാനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നായിരുന്നു അവളുടെ സംശയം. ലക്ഷക്കണക്കിന് രൂപ സെബാൻ്റെ കയ്യിലാണ്. ആദ്യകാലത്ത് ഭർത്താവിൻ്റെ അനുമതിയോടെയായിരുന്നു പലിശ ബിസിനസ്. സെബാൻ നല്ല പലിശ കൊടുത്തിരുന്നു. പിന്നീട് കയ്യിൽ വന്ന പണം അത്രയും ഭർത്താവ് അറിയാതെയും സെബാന് കൊടുത്തു. പലിശയ്ക്ക് കൊടുത്തത് കൂടാതെ വായ്പ നൽകി സഹായിക്കുകയും ചെയ്തു. ഉണ്ടായിരുന്ന ആഭരണങ്ങളെല്ലാം സെബാന് പണയം വയ്ക്കാൻ കൊടുത്തു. അതുകൂടാതെ വീടിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒരു ലോണിന് ജാമ്യമായി സമർപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ ഭയങ്കര ടെൻഷൻ. ഭർത്താവ് ഗൾഫിൽ നിന്ന് അവധിക്ക് വരികയാണ്.
അതിനു മുൻപ് ഒരു തീരുമാനത്തിലെത്തണം. അല്ലെങ്കിൽ പണം, സ്വർണം, വീടിൻ്റെ രേഖകൾ ഇവയെപ്പറ്റി എല്ലാം ചോദ്യമുണ്ടാകും. പണവും സ്വർണവും ഡോക്യുമെൻസും തിരിച്ചു കൊടുക്കാമെന്ന് സെബാൻ ഏറ്റിരുന്ന അവധികളെല്ലാം തെറ്റി. അയാളിപ്പോൾ ഒളിച്ചു കളിക്കുന്നത് പോലെ തോന്നുന്നു. വരാറില്ല, കാണാറില്ല, ഫോണിൽ വിളിക്കാറുമില്ല. അങ്ങോട്ട് വിളിച്ചാൽ ആൾ സ്ഥലത്തില്ലെന്ന് മറുപടി. അന്വേഷിച്ച് ഓഫീസിൽ ചെന്നാൽ അവിടെയുമില്ല. സെബാൻ ഒരു ചതിയനാണോ എന്ന് റോസ്മേരി എന്നോട് ചോദിച്ചു. എന്നിട്ട് നീ എന്തു പറഞ്ഞു? ഇൻസ്പെക്ടർ ശശിശങ്കർ പറഞ്ഞതൊന്നും വിശ്വാസമായില്ലെന്ന ഭാവത്തിൽ വിൻസെൻറ്റിനെ നോക്കി. എന്നോട് വാങ്ങിച്ച പണം തന്നെ മടക്കി കിട്ടാതെ വിഷമിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ മറ്റൊരു സത്യം കൂടി റോസ്മേരി എന്നോട് വെളിപ്പെടുത്തി. സെബാൻ അവളെ വിവാഹം കഴിക്കാമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നുവെന്നും വിവാഹമോചനം നേടിയാലുടൻ അവർ തമ്മിലുള്ള വിവാഹം നടത്താമെന്ന് ഏറ്റിരുന്നെന്നും എനിക്കിതിലൊന്നും ചെയ്യാനില്ല എന്ന് ഞാൻ അറിയിച്ചു. ഒടുവിൽ അവൾ സെബാനെ കാണാനും കാര്യങ്ങൾ തീരുമാനിക്കാനും ഒരവസരമുണ്ടാക്കി കൊടുക്കണമെന്ന് അപേക്ഷിച്ചു. സെബാനുമായി പിണങ്ങിയ നിലയ്ക്ക് ഇനിയൊരു മധ്യസ്ഥനായി നിൽക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോന്നു. സെബാൻ കൊല്ലപ്പെട്ട ദിവസം റോസ്വില്ലിയിൽ പോയതും അവൾ വിളിച്ചിട്ടായിരുന്നോ? അതെ, പോകരുതെന്ന് ഞാൻ വിചാരിച്ചതാണ്. അവൾ ഒരു അപകടത്തിൽപ്പെട്ടിരിക്കുകയാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പോയത്. അതെന്തായിരുന്നു പ്രശ്നം? ഞാൻ ചെല്ലുമ്പോൾ അവൾ കരഞ്ഞു കലങ്ങിയ അവസ്ഥയിലായിരുന്നു. ഭർത്താവ് തിരിച്ചു വന്നെന്നും എല്ലാ കാര്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞുവെന്നും അവൾ പറഞ്ഞു. അവർ തമ്മിൽ സംസാരിച്ച് വിവാഹമോചനത്തെ പറ്റിയും ധാരണയായി. പക്ഷേ അയാൾക്ക് പണവും വീടിൻ്റെ രേഖകളും തിരിച്ചു കിട്ടണം. ആ ഒരു ബന്ധം മാത്രമേ അവളുമായി ശേഷിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഭർത്താവ് പിണങ്ങിപ്പോയി. സെബാനെ കണ്ട് അവൾ സംസാരിച്ചു കഴിഞ്ഞിരുന്നു. പണവും ഡോക്യുമെൻസും തിരിച്ചു കൊടുക്കാമെന്ന് സെബാൻ സമ്മതിച്ചുവെങ്കിലും അത് എന്ന് കൊടുക്കാൻ കഴിയുമെന്ന് വ്യക്തമായി പറയുന്നില്ല. പഴയ വിവാഹ വാഗ്ദാനത്തെക്കുറിച്ച് ഓർപ്പിച്ചപ്പോൾ ആലോചിക്കട്ടെ എന്നൊരു ഒഴുക്കൻ മറുപടിയോടെ അയാൾ ഒഴിഞ്ഞു മാറിക്കളഞ്ഞത്രേ. ഇനി ഞാൻ സെബാനെ കണ്ട് അയാളെ വിവാഹത്തിന് പ്രേരിപ്പിക്കണം. ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളായിരുന്നല്ലോ. ശരി, എന്നിട്ട് സെബാന് താല്പര്യമില്ലെങ്കിൽ പിന്നെ എന്തിന് അയാളെ വിവാഹം കഴിക്കണമെന്ന് ഞാൻ ചോദിച്ചു. ഒരു പൊട്ടിക്കരച്ചിലായിരുന്നു അതിന് മറുപടി. ഒടുവിൽ അതുവരെ മറച്ചു വെച്ചിരുന്ന സത്യവും അവൾ തുറന്നു പറഞ്ഞു. സെബാനിൽ നിന്ന് അവൾ ഗർഭിണിയായിരുന്നത്രേ. ഓഹോ, അപ്പോൾ നിനക്കിത് നേരത്തെ അറിയാമായിരുന്നു? എനിക്ക് മാത്രമല്ല, അവളുടെ ഭർത്താവിനും സെബാനും അറിയാമായിരുന്നു. അവൾക്കും സെബാനും ഇടയിൽ ഞാൻ നിന്ന് ഇത് ഒത്തുതീർപ്പാക്കണം. ഈ കേസിൽ എൻ്റെ യാതൊരുവിധ സഹായവും പ്രതീക്ഷിക്കേണ്ടെന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്നിറങ്ങി. അപ്പോൾ പിന്നാലെ വന്ന് ഭീഷണിയുടെ സ്വരത്തിൽ അവൾ ഇത്ര കൂടി പറഞ്ഞു. എന്നെ ചതിച്ചാൽ സെബാൻ പിന്നെ ഭൂമിക്ക് മീതെ ജീവിച്ചിരിക്കില്ലെന്ന് അയാളോട് ചെന്ന് പറഞ്ഞേക്കാൻ. ഞാൻ അത്ഭുതപ്പെട്ട് തിരിഞ്ഞു നോക്കി. അപ്പോൾ അവളുടെ മുഖം കണ്ടാൽ എന്തും ചെയ്യാൻ തയ്യാറാണെന്ന് തോന്നുമായിരുന്നു. ഇത്രയുമാണ് റോസ്മേരിയെക്കുറിച്ച് എനിക്ക് അറിയാവുന്നത്. അന്ന് രാത്രി സെബാൻ കൊല്ലപ്പെട്ടു. കൊള്ളാം, കഥ നന്നായിട്ടുണ്ട്. SI ശശിശങ്കർ ചിരിച്ചു. നീ ഇത്രയും ഭാവനാസമ്പന്നനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇങ്ങനെ കുറേ കള്ളക്കഥകൾ കെട്ടിച്ചമച്ച് പറഞ്ഞാൽ രക്ഷപ്പെടാമെന്നായിരിക്കും നിന്റെ വിചാരം. ഈ കഥയിലെ മറ്റേ 2 കഥാപാത്രങ്ങളും ജീവിച്ചിരിപ്പില്ലാത്തതുകൊണ്ട് അവരെപ്പറ്റി എന്തു വേണമെങ്കിലും പറയാമല്ലോ. പക്ഷേ ഇതുകൊണ്ടൊന്നും നീ രക്ഷപ്പെടില്ല. വിൻസെൻ്റ് അപേക്ഷാപൂർവ്വം അയാളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. നായ യജമാനൻ്റെ ഭക്ഷണമേശയ്ക്കരികെ നിന്ന് നോക്കുന്നത് പോലെ എന്നെ നോക്കിയിട്ടൊന്നും ഒരു ഫലവുമില്ല. നല്ല വക്കീലന്മാരെ വെച്ച് കേസ് വാദിക്കാൻ നോക്ക്. അതേയുള്ളൂ നിനക്കിനി രക്ഷാമാർഗം. സാർ ഇതെല്ലാം കേട്ടോണ്ടിരുന്നപ്പോൾ എനിക്ക് വളരെ ആശ്വാസം തോന്നി. എൻ്റെ നിരപരാധിത്വം ഒരുപക്ഷെ തെളിയിക്കാൻ സാറിന് കഴിഞ്ഞേക്കുമെന്ന്. എന്തിനാ മോനെ പാഴ്പണി? ഞങ്ങൾക്കല്ലാതെ തന്നെ പിടിപ്പത് ജോലിയുണ്ട്. എന്നാലും ഞാൻ പറഞ്ഞതിനെപ്പറ്റി ഒരു അന്വേഷണം. ആരോട് അന്വേഷിക്കാൻ? മറ്റവർ രണ്ടും ചത്തുപോയില്ലേ? SI ശശിശങ്കർ സംഭാഷണം അവസാനിപ്പിച്ചു. ഔസേപ്പച്ചൻ റിയൽ എസ്റ്റേറ്റ് സ്ഥാപനത്തിൻ്റെ ഓഫീസിൽ ഇരിക്കുമ്പോഴാണ് സൂസമ്മയും ജൂലിയും കൂടി കാണാൻ ചെന്നത്. അയാൾ ആദരപൂർവ്വം എഴുന്നേറ്റ് ചെന്ന് അവരെ സ്വീകരിച്ചു. സൂസമ്മച്ചി, ഇരിക്കൂ ജൂലി. ഇത് ഭയങ്കര സർപ്രൈസ് ആയല്ലോ. നിങ്ങളെന്താ ഇങ്ങോട്ടൊക്കെ? സൂസമ്മച്ചി ആദ്യം വരുമല്ലേ ഇവിടെ? ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് വരുന്ന വഴിയാ, ജൂലി പറഞ്ഞു. അപ്പച്ചൻ്റെ ഓർമ്മ ദിവസമായിരുന്നു ഇന്ന്. എന്നിട്ട് ആനി ചേച്ചിയും ജസ്നും എന്തിയേ? അവർ പള്ളിയിൽ നിന്ന് നേരെ വീട്ടിലേക്ക് പോയി. അവരെ കൂടി കൂട്ടാൻ മേലായിരുന്നോ? സൂസമ്മ ദയനീയമായി ഔസേപ്പച്ചനെ നോക്കി. അവർക്ക് മുമ്പ് കണ്ടതിനേക്കാൾ ഇരട്ടി പ്രായമായെന്ന് ഔസേപ്പച്ചന് തോന്നി. മുടി പാതിയും നരച്ചു, കണ്ണു കുഴിഞ്ഞു, കൺതടങ്ങളിൽ കറുപ്പ് പടർന്നു. സ്വതേ ശാന്തവും ദീപ്തവുമായിരുന്ന മുഖത്ത് ഇപ്പോൾ ആശങ്കയും ഭീതിയും വേദനയും മാത്രം. സൂസമ്മച്ചി വല്ലാണ്ട് ക്ഷീണിച്ചു പോയി. ഔസേപ്പച്ചൻ പറഞ്ഞു. അമ്മയ്ക്ക് ഊണില്ല, ഉറക്കമില്ല, ഒരു മനസമാധാനവും ഇല്ല. ജൂലി ആവലാതിപ്പെട്ടു.
ഡാനിയേലിച്ചായൻ മരിച്ചപ്പോൾ എൻ്റെ ഒരു ചിറക് ഒടിഞ്ഞതാ മോനെ. ഇപ്പോൾ രണ്ടാമത്തെ ചിറകും. സൂസമ്മ ദീനസ്വരത്തിൽ പറഞ്ഞു. അതിനിപ്പോൾ വിൻസെൻറ്റിന് എന്തോ പറ്റിയെന്നാ. ഇനി എന്താ അവന് പറ്റാനുള്ളത്? കൊലമരത്തിൻ്റെ ചുവട് വരെ എത്തിയില്ലേ. സൂസമ്മച്ചി വിഷമിക്കാതെ, ഞങ്ങളൊക്കെയല്ലേ ഉള്ളത്. ആരെ വിശ്വസിക്കാം, ആരെ വിശ്വസിക്കരുത് എന്നൊന്നും എനിക്കിപ്പോഴറിയത്തില്ല. എൻ്റെ മോന് ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു. ഇപ്പോൾ ആരും ആ വഴിക്ക് തിരിഞ്ഞു നോക്കാറില്ല. അവൻ മരിച്ചു പോയതുപോലെയായി. മരിച്ചു പോയെന്നോ? സൂസമ്മച്ചി എന്തൊക്കെയായി പറയുന്നേ? ഔസേപ്പച്ചൻ ശാസനാസുരത്തിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞത് ശരിയാ. ദാനിയേലച്ചായൻ മരിച്ചു കഴിഞ്ഞപ്പോഴത്തെ അവസ്ഥ എനിക്ക് ഓർമ്മയുണ്ട്. ഒരുപാട് മിത്രങ്ങളുണ്ടായിരുന്നത് അയച്ചായന്. മരണശേഷം ആരെയും കണ്ടിട്ടില്ല. സൂസമ്മച്ചിയെ വിഷമിക്കണ്ടല്ലോ എന്ന് കരുതിയാ ഞാൻ അങ്ങോട്ട് വരാത്തെ. നിങ്ങളുടെ സങ്കടം കാണുന്നത് എനിക്കും വലിയ പ്രയാസമാണ്. അതുകൊണ്ടുകൂടെ തന്നെയാണെന്ന് കരുതിക്കോ. എന്ന് വെച്ച് ഞാൻ ആരെയും മറന്നിട്ടൊന്നുമില്ല. അവൻ്റെ റിമാൻഡ് പിന്നെയും കഴിയാറായി. ജാമ്യത്തിന് വേണ്ടിയിട്ട് ഒന്നുകൂടെ അത് പറയാൻ വേണ്ടിയാണ് ഞാനിതിൽ. അതിന് ഇത്രയിടം വരെ വരേണ്ട കാര്യമില്ലായിരുന്നു. ഒന്ന് ഫോണിൽ വിളിച്ചാൽ പോരെ? അല്ലെങ്കിൽ തന്നെ ജാമ്യത്തിൻ്റെ ഏർപ്പാടെല്ലാം ഞാൻ ചെയ്തു വെച്ചേക്കുക. അതൊന്നും എന്നോടാരും പറഞ്ഞു തരണ്ട. മിന്നിച്ചിന് വേണ്ടിയിട്ട് എന്നെക്കൊണ്ട് കഴിയുന്നതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അവൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് എത്ര പണം മുടക്കാനും ഞാൻ തയ്യാറാണ്. ഇവിടുത്തെ പോലീസുകാർക്കെല്ലാം ഞാൻ കാശ് കൊടുത്തു. അവരിനി വിന്നിച്ചിനെ നുള്ളി നോക്കിയല്ല. അതുപോലെ തന്നെ സബ് ജയിലിലെ ഉദ്യോഗസ്ഥർക്കും കൈമടക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ ദേഹോപദ്രവം പേടിക്കണ്ട. വേണ്ടതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. അതൊന്നും അങ്ങോട്ട് വിളിച്ചു പറയുന്നില്ലെന്നേ ഉള്ളൂ. സൂസമ്മയ്ക്ക് ആശ്വാസമായി. അവർ നന്ദിയോടെയും കൃതജ്ഞതയോടെയും ഔസേപ്പച്ചനെ നോക്കി. ഞാൻ അമ്മയോട് പറഞ്ഞതാ, നമ്മൾ ആരും ഒന്നും പറഞ്ഞില്ലെങ്കിലും ഔസേപ്പച്ചനെല്ലാം വേണ്ടതുപോലെ ചെയ്യുമെന്ന്. പക്ഷെ അമ്മയ്ക്ക് വിശ്വാസം വരണ്ടേ? ജൂലി പറഞ്ഞു. എൻ്റെ ചങ്കിൽ തീയാ മോനെ. എങ്ങനെ സമാധാനം കിട്ടും? വിന്നിച്ചിൻ്റെ കേസ് വാദിക്കാനും ജാമ്യത്തിന് വേണ്ടിയിട്ടും നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല വക്കീലിനെ തന്നെയാണ് വെച്ചേക്കണേ. അഡ്വക്കേറ്റ് പ്രഭാകരമേനോനെന്ന് കേട്ടിട്ടില്ലേ? വലിയ പ്രസിദ്ധനാ. ഒരു കൊലക്കേസിൻ്റെ വക്കാലത്ത് ഏറ്റെടുക്കണമെങ്കിൽ 1,00,000 രൂപ അഡ്വാൻസ് കൊടുക്കണം. പിന്നെ ഓരോ തവണയും പ്രത്യേകം ഫീസ്. രൂപ എത്രയായാലും വേണ്ടില്ല, എനിക്ക് എൻ്റെ മോനെ തിരിച്ചു കിട്ടിയാൽ മതി. ഇക്കാര്യത്തിൽ സൂസമ്മച്ചി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. ധൈര്യമായിട്ട് പൊയ്ക്കോ. കാറിൽ അവരെ വീട്ടിലെത്തിക്കാൻ ഡ്രൈവറെയും വിളിച്ച് ഏർപ്പാടാക്കി. ഔസേപ്പച്ചൻ വിൻസെൻറ്റിനെ ജാമ്യത്തിലിറക്കാനുള്ള ഏർപ്പാടുകളെല്ലാം റിമാൻഡ് തീർന്നപ്പോൾ വിൻസെൻറ്റിനെ കോടതിയിൽ ഹാജരാക്കി. വിൻസെൻറ്റിൻ്റെ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കാൻ കോടതി തയ്യാറായി. പ്രതിക്ക് ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കരുതെന്ന് പ്രോസിക്യൂഷൻ ശക്തമായി വാദിച്ചു. അവരുടെ നിലപാടിന് ബലമേകുന്ന വാദമുഖങ്ങളും അവതരിപ്പിച്ചു. പ്രതിയെ ജാമ്യത്തിൽ പോകാൻ അനുവദിച്ചാൽ സുപ്രധാനമായ പല തെളിവുകളും നശിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നായിരുന്നു പ്രോസിക്യൂഷൻ്റെ വാദം. തെളിവുകൾ പലതും കിട്ടാനുണ്ട്. പ്രതി ഇതുവരെ കുറ്റം സമ്മതിച്ചിട്ടില്ല. കൊലപാതകത്തിന് ദൃക്സാക്ഷികൾ ഇല്ലാത്തതുകൊണ്ട് സാഹചര്യ തെളിവുകളും സാക്ഷികളുമാണ് പ്രധാനം. ജാമ്യത്തിലിറങ്ങുന്ന പ്രതിക്ക് സാക്ഷികളെ സ്വാധീനിക്കാനും പല സാഹചര്യ തെളിവുകളും തകിടം മറിക്കാനും കഴിയും. കൂടാതെ മറ്റു പല കേസുകളുമായി പ്രതിക്ക് ബന്ധമുണ്ടെന്നാണ് പോലീസിൻ്റെ നിഗമനം. പള്ളിത്താഴത്ത് ഫൈനാൻസിയേഴ്സിൻ്റെ തകർച്ചയ്ക്ക് പിന്നിലും റോസ്മേരിയുടെ മരണത്തിന് പിന്നിലും പ്രതിക്ക് പങ്കുള്ളതായി പോലീസ് സംശയിക്കുന്നു. ആ കേസുകളുടെ അന്വേഷണം നടക്കുന്നതേയുള്ളൂ. പ്രതിക്ക് ജാമ്യം നിഷേധിച്ചുകൊണ്ട് കോടതി ഉത്തരവായി. വിൻസെൻ്റ് ഹതാശനായി ജയിലിലേക്ക് മടങ്ങി. അയാൾ മാനസികമായി ഏറെക്കുറെ തകർന്നു കഴിഞ്ഞിരുന്നു. ഔസേപ്പച്ചൻ തനിയെ മുളങ്കരയ്ക്ക് മടങ്ങി. വിൻസെൻറ്റിന് ജാമ്യമില്ലെന്നറിഞ്ഞപ്പോൾ സൂസമ്മയും കുടുംബവും തളർന്നുപോയി. ഇനി കേസിൽ വിധിയാവുന്നത് വരെ അവന് ജയിലിൽ നിന്ന് പുറത്തു വരാൻ പറ്റില്ല അല്ലേ ഔസേപ്പച്ച? സൂസമ്മ ഹൃദയം തകർന്ന പോലെ ചോദിച്ചു. ആ കുടുംബത്തെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ ഔസേപ്പച്ചൻ വിഷമിച്ചു. നീ നോക്കിയിട്ട് എൻ്റെ മോനെ പുറത്തു കൊണ്ടുവരാൻ പോലും പറ്റിയില്ലല്ലോ ഔസേപ്പച്ച. സൂസമ്മയുടെ പരിഭവവും വേദനയും സങ്കടവും ഔസേപ്പച്ചൻ്റെ നേർക്കായി. ഞാൻ ശ്രമിക്കാമെന്നിട്ടാണോ സൂസമ്മച്ചി? ഞാൻ എവിടെല്ലാം ഓടി നടന്നു, എന്തെല്ലാം ചെയ്തു? ഔസേപ്പച്ചൻ വിഷണ്ണനായി പറഞ്ഞു. ഇത് വല്ലതും ഔസേപ്പച്ചൻ്റെ കുറ്റമാണോ അമ്മേ? ജൂലി ചോദിച്ചു. അമ്മ ഇനി ഓരോ വേണ്ടാധീനങ്ങൾ പറഞ്ഞ് കൂടെ നിൽക്കണവരെ പോലും വെറുപ്പിക്കും. ആരാ കൂടെ നിൽക്കണേ? എൻ്റെ മൂൻ്റെ കൂടെ നിൽക്കാൻ ആരുണ്ട്? ജയിലിൽ കിടക്കുന്ന അവനെ നോക്കാനും ആശ്വസിപ്പിക്കാനും ആരുണ്ട് എൻ്റെ ദൈവമേ? പൊട്ടിക്കരഞ്ഞുകൊണ്ട് സൂസമ്മ മുറിയിലേക്ക് കയറിപ്പോയി. ഔസേപ്പച്ചൻ വിഷമത്തോടെ ജൂലിയെയും ആനിയെയും ജസ്റ്റിനെയും നോക്കി. പിന്നെ വിഷമത്തോടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഔസേപ്പച്ചൻ ജയിലധികൃതരുടെ അനുമതിയോടെ വിൻസെൻറ്റിനെ ചെന്ന് കണ്ടു. അയാൾ വിൻസെൻറ്റിനോട് കേസിൻ്റെ നടത്തിപ്പുകളെപ്പറ്റി സംസാരിച്ചു. വിൻസെൻ്റ് ആകെ നിരാശനായിരുന്നു. തനിക്ക് ജാമ്യം കിട്ടാതിരിക്കാൻ ആരൊക്കെയോ പിന്നിൽ നിന്ന് പ്രബലമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് അയാൾ സംശയം പ്രകടിപ്പിച്ചു.
ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഔസേപ്പച്ച, എല്ലാം കരുതി കുട്ടി ആസൂത്രണം ചെയ്തതാ. എനിക്കെതിരെ ആരോ കളിക്കുന്നുണ്ട്. എനിക്ക് ജാമ്യം കിട്ടാതിരിക്കാൻ പോലീസിനെയും പ്രോസിക്യൂഷൻ വക്കീലിനെയും സമ്മർദ്ദം ചെലുത്തിയിട്ടുമുണ്ട്. ചരടുവലികളെല്ലാം കൃത്യമാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് എനിക്കിപ്പോൾ പ്രതീക്ഷയില്ല. ആരൊക്കെ ചരട് വലിച്ചാലും അവസാനം വിധിക്കുന്നത് കോടതിയല്ലേ? ഇവൻ കൊലയാളി എന്ന് മുദ്ര കുത്തി സകല തെളിവുകളോടും കൂടി കോടതിയുടെ മുന്നിലോട്ട് എറിഞ്ഞു കൊടുത്താൽ കോടതി എന്തു ചെയ്യും? നീ തന്നെ പറ ഔസേപ്പച്ച, എന്തു ചെയ്യും? SI ശശിശങ്കർ ചോദിച്ചതുപോലെ കൊലക്കയറാണോ അതോ ജീവപര്യന്തമോ? നിന്റെ വീട്ടുകാരെ എങ്ങനെ ആശ്വസിപ്പിക്കുമെന്നറിയാതെ നട്ടം തിരിയുകയാണ് ഞാൻ. വീടിനെക്കുറിച്ചുള്ള ഓർമ്മ വന്നതോടെ വിൻസെൻ്റ് പരവശനായി. അമ്മ ഇതെങ്ങനെ സഹിക്കുന്നടാ? ഔസേപ്പച്ച, നീ നിന്റെ മനസ്സിലുള്ളത് തുറന്നു പറ. ആരാ ഇതിൻ്റെയൊക്കെ പുറകിൽ? ആരുടെ കുടില ബുദ്ധിയാ ഇത്? സെബാനെ റോസ്മേരിയും കൊന്നതാരാ? നിനക്ക് ആരെയാ സംശയം? അത് തന്നെ ആലോചിക്കുക. എൻ്റേതായ രീതിയിൽ ഞാൻ ചില അന്വേഷണങ്ങളും നടത്തുന്നുണ്ട്. പക്ഷേ പ്രതിസ്ഥാനത്ത് നിർത്താൻ പറ്റിയ ഒരാളിനെയും കാണുന്നില്ല. എനിക്കൊന്ന് പുറത്തു കിടക്കാൻ പറ്റിയിരുന്നെങ്കിൽ. വിൻസെൻ്റ് വിലപിച്ചു. തന്നാലാവും വിധം അവനെ ആശ്വസിപ്പിച്ചിട്ട് ഔസേപ്പച്ചൻ പോയി. താൻ ജയിലിൽ കഴിയുന്ന കാലത്തോളം പ്രതീക്ഷയ്ക്ക് വകയില്ലെന്ന് വിൻസെൻറ്റിന് മനസ്സിലായി. തൻ്റെ ജീവിതത്തിന് മീതെ ആരോ കെട്ടിയ കടുംകെട്ടുകൾ അഴിക്കണമെങ്കിൽ പുറത്ത് കടക്കുകയേ രക്ഷയുള്ളൂ. ഒരു ദിവസം വിൻസെൻ്റ് തൻ്റെ തടവുകാരനോട് ചോദിച്ചു, ഈ ജയിലിൽ നിന്ന് ഇതിനു മുമ്പ് ആരെങ്കിലും ചാടിപ്പോയിട്ടുണ്ടോ? കാർ മോഷണത്തിന് പിടിയിലായ അയാൾ വിൻസെൻറ്റിനെ അടിമുടി നോക്കുക മാത്രം ചെയ്തു. നോവൽ നാളെ തുടരും.